ഞാൻ കണ്ട ഒരു ഓൺലൈനില് ഒരാൾ സലീം കുമാർ ചന്തു ദേഷ്യപ്പെട്ടത് ശരിയോ തെറ്റോ എന്ന് അങ്ങനെയും കൂടെ ചോദിക്കും. ഇതിൽ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സംഭവം യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചതിന് ശേഷം പുറത്തു വരുന്നത് എങ്ങനെയാണ്? ചന്തു പ്രതികരിച്ചത് ആരോടാണോ അവർ തന്നെ അത് എടുത്തിട്ട് കുറെ പേർ ചന്തു പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അത് ശരിയോ തെറ്റോ, ചന്തു പ്രതികരിക്കുന്ന വെച്ച് ഇന്നലെ നിന്റെ നെഞ്ചിലെ മൺവിള കൂതിയില്ലേ എന്നുള്ള പാട്ട് ബാഗ്, സത്യം പറയാമല്ലോ നരാധവന്മാർക്കല്ലാത്ത ചെയ്യാൻ പറ്റാത്ത അതിനോടൊന്നും ഒരിക്കലും ആർക്കും യോജിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ മകൻ ചന്തു ആ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രതികരിക്കേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ്. ആ പ്രതികരണം ചന്തു പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് മലയാളികളെ മുഴുവൻ കണ്ണു തുറപ്പിക്കുന്ന ഒരു ദേഷ്യമായി മാറണം. അല്ലാതെ നമ്മൾ തന്നെ ഇരുന്ന് ചന്തു ദേഷ്യപ്പെട്ടു ഇത് കേൾക്കുന്ന ആ പയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. എന്തോ ഒരു കഷ്ടം. സത്യം പറഞ്ഞാൽ അത് ഒരു വഴിവിളക്ക് അല്ലെ ഒരു മാറ്റത്തിനുള്ള തിരിതെളിക്കലാവണം. കാരണം ഒരു അതിന് ഉടനെ ചന്തു പ്രതികരിച്ചത് ശരിയോ തെറ്റോ, ആരും ചോദിക്കുന്നത് ശരിയോ തെറ്റോ, ആരുടെ ചോദിക്കുന്നത്? അവരുടെ അച്ഛൻ മരിച്ചപ്പോ അല്ല പാർവതി, അത് അവൻ പറഞ്ഞത് തന്നെ ക്ഷമയുടെ നെല്ലിപ്പല ഒടിഞ്ഞ് നാലാമതായപ്പോഴാ. അതാ പറഞ്ഞേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.